നമ്മൾ ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്നറിയാമോ? അത് ലവ് ജിഹാദോ നാർക്കോട്ടിക് ജിഹാദോ നിരീശ്വരവാദമോ ഒന്നുമല്ല. അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതാണ്. നമ്മുടെ ദൈവം ആരാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ഒരു കുട്ടി ലവ് ജിഹാദിൽ പോകുമ്പോൾ അവൾ നമ്മുടെ ദൈവത്തെ കൂടെ കളഞ്ഞിട്ടാണ് പോകുന്നത്. വളരെ ശക്തമായ ഒരു അടിത്തറയിൽ പണിതതാണ് നമ്മുടെ ക്രിസ്തുമതം. ആശയപരമായി നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് നമ്മുടെ അപ്പോളജിസ്റ്റുകൾ അന്നും ഇന്നും തെളിയിച്ച കാര്യമാണ്. പക്ഷേ ഒരു യുക്തിവാദിയോ ഇസ്ലാമിസ്റ്റോ നമ്മുടെ കുട്ടികളോട് വിശ്വാസ സംബന്ധമായൊരു ചോദ്യം ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ പരാജയം തന്നെയാണ്. ഇനി അതിനൊരു പരിഹാരമാണ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പള്ളിയിൽ വൈദികനോട് ചോദിക്കാമെന്ന പേരിൽ ഒരു ബോക്സ് വയ്ക്കുക. എന്നിട്ട് വിശ്വാസ സംബന്ധമായ എന്ത് സംശയമുണ്ടെങ്കിലും കുട്ടികൾക്കോ മുതിർന്നവർക്കോ അത് എഴുതി ആ ബോക്സിലിടാം. എന്നിട്ട് അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഞായറാഴ്ച തന്നെ കുർബാനയോ പ്രാർത്ഥനയോ കഴിഞ്ഞ ശേഷം വൈദികനോ പാസ്റ്ററോ ആ ചോദ്യങ്ങൾക്ക് എല്ലാവരും കേൾക്കിയ ഉത്തരം നൽകുന്ന രീതിയിലൊരു സംവിധാനം നിങ്ങളുടെ പള്ളിയിൽ ചെയ്യുക. നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് വിശ്വാസത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നറിയണമെങ്കിൽ ആദ്യം അവരുടെ ഇടയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കേൾക്കണം. കുട്ടികൾ വിശ്വാസത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് LKG ലെവലിലാണെങ്കിൽ പിന്നെ വൈദികൻ അവിടെ കയറി നിന്ന് +2 ലെവലിലെ വിശ്വാസം സംസാരിച്ചിട്ട് കാര്യമില്ല. ഓരോ കാലഘട്ടത്തിലും വിശ്വാസികൾ നേരിടുന്ന വെല്ലുവിളികൾ പലതാണ്. ഇന്നത്തെ കുട്ടികൾ ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കുന്നവരാണ്. അവർക്ക് ലോജിക്കലി തന്നെ ഉത്തരം കൊടുക്കണം. അതുമാത്രമല്ല, ഇങ്ങനൊരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പള്ളിയിൽ ഏതെങ്കിലും ഒരു കുട്ടി ലവ് ജിഹാദ് എന്ന കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ ആ ബോക്സിൽ ഇസ്ലാമായി ബന്ധപ്പെട്ട യേശുവിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ അത് തുടക്കത്തിലെ കണ്ടുപിടിക്കാനാകും. ഇത് ചെയ്യുന്ന വൈദികർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. കാരണം വൈദികൻ ശരിയായ തരത്തിലാണ് ഉത്തരം പറയുന്നതെങ്കിൽ അത് വിശ്വാസികളെ വിശ്വാസത്തിൽ കൂടുതൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കും. മറിച്ച് തെറ്റായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ വിപരീത ഫലവും ഉണ്ടാകും. എന്തായാലും വൈദികർക്ക് അവരുടെ മുമ്പിൽ വരുന്ന ഇത്തരം ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരാഴ്ച സമയമുണ്ട്. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാസയുടെ ഫേസ്ബുക്ക് പേജുകൾ വഴി ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ ശക്തമായ അപ്പോളജറ്റിക്സ് വിങ് വഴി നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതായിരിക്കും. കാരണം എല്ലാ വൈദികർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് നിരീശ്വരവാദികൾ ചോദിക്കുന്ന ശാസ്ത്ര സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഒരു സാധാരണ വൈദികന് ചിലപ്പോൾ ഉത്തരം നൽകാൻ പറ്റിയെന്ന് വരില്ല. അതിനൊരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു അപ്പോളജിസ്റ്റിനെ സമീപിക്കേണ്ട ആവശ്യം വന്നേക്കാം. അത് ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ പേജുകൾ വഴി ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മതി. ഇത് കാണുന്ന ഓരോ വൈദികരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആടുകളെ സംരക്ഷിക്കേണ്ട കടമ ഓരോ ഇടയന്മാരുടേതുമാണ്. നഷ്ടപ്പെടുന്ന ഓരോ ആടുകൾക്കും നിങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ആടുകളുടെ മണമുള്ള ഇടയന്മാരാകാൻ ശ്രമിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്തത് അവഗണിക്കരുത്. ഒരു ബോക്സ് ഉണ്ടാക്കി വയ്ക്കുന്ന ചിലവേ നിങ്ങൾക്കുള്ളൂ. ആചാരങ്ങളും ആർഭാടങ്ങളുമല്ല ഇനി നമ്മുടെ പള്ളികളിൽ വേണ്ടത്. ബൈബിളിൽ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. എല്ലാത്തിനും ഉപരി യേശു ഏക രക്ഷകൻ എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും എല്ലാം രക്തസാക്ഷികളായത് അത് മുറുകെ പിടിച്ചത് കൊണ്ടാണല്ലോ.